അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നാം ക്ലാസ്സിലെ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് ഒന്നാം ക്ലാസ്സിലെ കിതാബത്ത് എന്നുള്ള വിഷയത്തിൽ വന്ന ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ എന്തൊക്കെയാണ് കിതാബത്തിൽ വന്നതെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ ഒന്നാം ക്ലാസ്സിന് പ്രധാന 3 വിഷയങ്ങളാണ് ദുറൂസ്, അതുപോലെ തന്നെ കിതാബത്ത്, തഫ്ഹീം, ഇങ്ങനെ 3 പരീക്ഷകളുണ്ടാവുക. ഇപ്പോൾ കിതാബത്തിൻ്റെതാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. മറ്റുള്ളതൊക്കെ നമ്മുടെ ചാനലിലുണ്ട്, ആവശ്യമുള്ളവർ അതൊക്കെ പരിശോധിച്ച് നോക്കുക. അതുപോലെ തന്നെ ചാനൽ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ കിതാബത്തിൽ നമുക്ക് 2 രൂപത്തിലാണ് വരിക. ഒന്ന് കേട്ടെഴുത്ത് എന്നുള്ള രൂപത്തിലുള്ള ഒരു ഭാഗം ഉണ്ടാവും, അതുപോലെ തന്നെ അത് കേട്ട് എഴുതുക എന്നുള്ളതാണ്. മറ്റൊരു ഭാഗം ഉണ്ടാവുന്നത് അത് നോക്കി എഴുതുക എന്നുള്ളതാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്ന അതേ കാര്യങ്ങൾ നോക്കി എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും കുട്ടികൾക്ക് നല്ല പ്രാക്ടീസ് നമ്മൾ വീട്ടിൽ നിന്ന് കൊടുത്താൽ വളരെ ഈസി ആയിട്ട് പരീക്ഷ ജയിക്കാൻ കഴിയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് എന്തൊക്കെയാണ് വന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് കേട്ടെഴുത്താണ് കേട്ടോ. കേട്ടെഴുത്തിൽ ഒരു വർഷം വന്നത് ഇതാണ്. ഇത് നമുക്ക് ഉസ്താദുമാർ വായിച്ച് തരും. അപ്പോൾ നമ്മൾ സ്ലൈറ്റിലോ അല്ലെങ്കിൽ നോട്ട് ബുക്കിലൊക്കെ കുട്ടികൾ ഇത് ഉസ്താദുമാർക്ക് എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ രൂപത്തിലാണ് ഫ, കി, മു, ഹ, അബുദുൻ, തെർക്കുൻ, ജബലുൻ, നെഹ്റുൻ, സാമിയുൻ, ഫക്കീറുൻ, സുത്തൂറുൻ, ചായ, തോണി, പേരക്ക. ഇപ്പോൾ ഈ രൂപത്തിൽ ഉസ്താദുമാർ ഇത് വായിച്ചു തരും. കുട്ടികളത് എന്ത് ചെയ്യണം, പുസ്തകത്തിലോ അല്ലെങ്കിൽ സ്ലൈറ്റിലോ ഒക്കെ എഴുതി ഉസ്താദുമാരെ കാണിക്കണം. എന്നിട്ട് എത്രയാണോ ശരിയായിട്ടുണ്ട് അതിനനുസരിച്ച് ഉസ്താദുമാർ മാർക്കിടുന്ന രീതിയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ കുട്ടികൾക്ക് അത് അറിയുമെന്നുള്ളത്, എഴുതാൻ കഴിയുമെന്നുള്ളത് രക്ഷിതാക്കളായിരിക്കും അധികം ഈ വീഡിയോ കാണുന്നുണ്ടാവുക. അപ്പോൾ രക്ഷിതാക്കളായി നമ്മളത് മനസ്സിലാക്കണം. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് അറബി മലയാള വാക്കുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ കുട്ടികൾക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇനി മറ്റൊരു വർഷം വന്ന ചോദ്യപേപ്പറിൽ നോക്കുകയാണെങ്കിൽ വന്നത് ഫ, ഹി, ഹ, വു, ഖ, മു, കി, ബൽ, മലക്കുൻ, ഫിഅലുൻ, വഹ്നുൻ, ചായ, ഓടി, ഏഴ്. ഈ രൂപത്തിൽ അറബി വാക്കുകളുമുണ്ട്, അവസാനത്തിൽ അറബി മലയാള അക്ഷരങ്ങൾ വരുന്ന വാക്കുകളുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികൾക്ക് കിട്ടുമെന്നുള്ളതാണ് നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് രക്ഷിതാക്കളായ ആളുകൾ അത് ഉറപ്പ് വരുത്തേണ്ടത്. അപ്പം ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നമ്മൾ ആപ്പിൽ നോക്കിയാൽ വീഡിയോൻ്റെ അവസാനം പറയുന്നുണ്ട്, ആപ്പിൽ നോക്കിയാൽ കിട്ടും. അപ്പോൾ കുട്ടികൾക്ക് ഇത് കിട്ടുമെന്ന് ഉറപ്പ് വരുത്താൻ വീട്ടിൽ നിന്നൊന്ന് ചെയ്യിപ്പിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അടുത്തതായിട്ട് വരുന്നതാണ് നമുക്ക് നോക്കിയതാണ്. അപ്പോൾ നേരത്തെ കണ്ട കാര്യങ്ങൾ കുട്ടികൾ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഇനിയുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് അതേ രൂപത്തിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതാൻ സ്ഥലം ഉണ്ടാവും, അവിടെ കുട്ടികളെ എഴുതി തിരിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് ഇനി നോക്കുന്നത്. അപ്പോൾ നോക്കി എഴുതാൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ താഴെ കൊടുത്ത പദങ്ങൾ നോക്കി എഴുതുക. താഴെ കൊടുത്ത പദങ്ങൾ നോക്കി എഴുതാനാണ്. അപ്പോൾ ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ള ഈ സാധനങ്ങൾ ഇങ്ങോട്ട് താഴത്തേക്ക് എഴുതുകയാണ് വേണ്ടത്. ഇതേ രൂപത്തിൽ ഇങ്ങോട്ട് എഴുതി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു ഭാഗത്തുള്ളത്. ഈ കാര്യങ്ങളൊക്കെ താഴെയുള്ള കള്ളികളിലേക്ക് എഴുതി കൊടുക്കുക. തോ, അല്ല, ഗാഫിറുൻ, തിഫ്ലുൻ, ലൗഉൻ. അപ്പോൾ ഇവിടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് നോക്കി എഴുതുന്ന സമയത്ത് ശരിയായിട്ട് എഴുതാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. മറ്റൊരു വർഷം ഇതേ രൂപത്തിൽ ആ രീതിയിൽ തന്നെ വേറെ ചോദ്യങ്ങളുണ്ടാവും. നോക്കിയതാളിലോടുത്ത് ഇവിടെ നമുക്ക് ഓരോ അക്ഷരങ്ങളിങ്ങനെ വേർതിരിച്ച് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിനെങ്ങനെ കൂട്ടി ഐന്, ലാം, ഇവിടെ ആ, ലി, പിന്നെ യാ ഉണ്ട്, മുൻ. ഇതിനെ ചേർത്ത് എഴുതിയാൽ അലീമുൻ എന്നാവും. അപ്പോൾ അതേ രൂപത്തിൽ ഇവിടെ അക്ഷരങ്ങൾ സ്വാദ്, ഗൈ, സഗീറുൻ എന്നുണ്ടാവും. തുഫൂലുൻ എന്നുണ്ടാവും. നുഹീതു എന്നുണ്ടാവും. ഖലാഉൻ. അപ്പോൾ ഇതേ രൂപത്തിൽ കുട്ടികൾക്ക് ഇതേ ഒറ്റ വാക്കായിട്ട്, ഒറ്റ അക്ഷരങ്ങൾ നൽകിയത് ഇങ്ങനെ ഇതേ രൂപത്തിൽ ഒറ്റ വാക്കായിട്ട് എഴുതാൻ കഴിയുമെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇതേ രൂപത്തിൽ ഓരോ അക്ഷരങ്ങൾ കൊടുത്താൽ ഇതേ രൂപത്തിൽ കുട്ടികൾക്ക് ഒറ്റ വാക്കായിട്ട് എഴുതാൻ കഴിയുമെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. ഈ രൂപത്തിലാണ് നോക്കി എഴുതാനുള്ള പരീക്ഷകൾ ഉണ്ടാവുക. വേറെ ചോദ്യപേപ്പർ നോക്കുകയാണെങ്കിൽ ഇതിന് താഴെ കൊടുത്ത ഭാഗങ്ങൾ നോക്കി എഴുതുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെയും ഇതേ രൂപത്തിൽ തന്നെയാണ്. ലു എന്നുള്ളത് ആ, കൊൻ, അതുപോലെ തന്നെ യു, കി, പിന്നെ കുട, പന, മഴു, എലി, പശ, കുത്തുബുൻ, ഫിഅലുൻ, നെഹ്റുൻ. അപ്പോൾ ഇതൊക്കെ താഴെയുള്ള കള്ളികളിലേക്ക് എഴുതി കൊടുക്കാനുള്ള. അപ്പോൾ നോക്കി എഴുതാൻ കുട്ടികൾക്ക് അറിയും എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ്.
അപ്പോൾ നേരത്തെ കണ്ടതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ്. ഇവിടെ സീനുണ്ട്, മീമുണ്ട്, യാ ഉണ്ട്, ഐനുണ്ട്. അപ്പം മൊത്തത്തിൽ ബാക്കി സമീഉൻ എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾ തന്നാൽ ഓരോ അക്ഷരങ്ങൾ കാണിച്ചിട്ട് ഇതേ രൂപത്തിൽ പദങ്ങളാക്കി എഴുതാൻ കഴിയുമെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇവിടെ ബഈദുൻ ഉണ്ട്, ഇവിടെ എഴുതി കൊടുക്കണം. കുഷിത്തത്ത് എന്നുണ്ട്, ഇവിടെ എഴുതി കൊടുക്കണം. ശുക്കൂറുൻ എഴുതി കൊടുക്കണം. യഖ്നുതു എഴുതി കൊടുക്കണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഓരോ അക്ഷരങ്ങൾ എഴുതുമ്പോൾ അത് കൂട്ടി എഴുതുമ്പോൾ എങ്ങനെ ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ സമീഉൻ എന്നുള്ളിടത്ത് ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ എഴുതുമ്പോൾ എങ്ങനെ ഉണ്ടാവുക, കൂട്ടി എഴുതുന്ന സമയത്ത് ചെറിയ രൂപമാറ്റം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് അറിയും എന്നുള്ളത് ഉറപ്പ് വരുത്തുകയാണ് വേണ്ടത്. ഇപ്പോൾ ഈ ഷീനൊക്കെ ഇവിടെ കാഫിലേക്ക് ഇവിടെ കൂട്ടും, ഇവിടെ ഇങ്ങോട്ടും കൂട്ടുമ്പോൾ ഈ ഷീൻ്റെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പോവും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് അറിയും എന്നുള്ളത് ഉറപ്പ് വരുത്താനുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഒരു ചോദ്യ പേപ്പറുകളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ എക്സ്പ്ലോർ എന്നുള്ള ഭാഗത്ത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ പഴയ ചോദ്യ പേപ്പറുകളൊക്കെ അവിടെ കാണാൻ കഴിയും. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്കത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്രയും കാര്യമാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ ഇത് ഉപകാരപ്പെടുന്ന ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തുടർന്നും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ്.